ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മിഡീവിയൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യ എന്ന പാഠത്തിലെ 4ാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 ക്ലാസ്സുകളും കാണാത്തവരെ അത് കാണാനായിട്ട് ശ്രമിക്കുക. അതിന് തുടർച്ചയാണ് ഈ ക്ലാസ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഗൾ രാജാക്കന്മാരുടെ അഡ്മിനിസ്ട്രേഷനെ പറ്റിയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. A feudal social system existed at Mughal period. Society was divided into different strata. Prepare a diagram. അന്നത്തെ കാലത്ത് ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം മുഗൾ പീരീഡിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. സൊസൈറ്റീനെ പ്രധാനമായും 4 ഭാഗങ്ങളാക്കി തിരിച്ചു. ഏതെല്ലാമായിരുന്നു അത്? കിങ്, ലോർഡ്, മിഡിൽ ക്ലാസ് ആൻഡ് ഓർഡിനറി പീപ്പിൾ. നമ്മൾ പഠിക്കുന്നത് അവരുടെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയാണ്. അപ്പോൾ സൊസൈറ്റീനെ 4 തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കിങ്, ലോർഡ്, മിഡിൽ ക്ലാസ് ആൻഡ് ഓർഡിനറി പീപ്പിൾ. മുഗൾ ഭരണകാലത്ത് സാമൂഹ്യ വ്യവസ്ഥയിൽ ഫ്യൂഡൽ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഫ്യൂഡൽ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ഡയഗ്രാം തയ്യാറാക്കാം. ആദ്യത്തേത് രാജാവ്, പിന്നെ പ്രഭുക്കന്മാർ, മധ്യവർഗം, സാധാരണക്കാർ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ആ കാലഘട്ടത്തിൽ അവരുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു? സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ എന്ത് പഠിക്കാം? അവരെ സോഷ്യൽ സ്റ്റാറ്റസ്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് അറ്റ് ദാറ്റ് ടൈം. ആ കാലഘട്ടത്തിൽ ഒരു സോഷ്യൽ സിസ്റ്റം, ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. നമ്മൾ അതിൻ്റെ നേരത്തെ തന്നെ ഡയഗ്രാം പഠിച്ചതാണ്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. നമ്മൾ പറഞ്ഞു 4 തിരിച്ചിട്ടുണ്ട് സൊസൈറ്റീനെ. ദ കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. ടോപ്പിൽ കിങ്ങും ഏറ്റവും താഴെ ആരാണ്? കോമൺ മാനുമാണ്. ഇത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്. രണ്ടാമത്തേത് പീപ്പിൾസ് ലൈഫ്, അവരുടെ ജീവിതം. സ്റ്റാൻഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. അവരുടെ ജീവിത നിലവാരം നോക്കിയിരുന്ന എന്തിൻ്റെ ബേസിലായിരുന്നു? അവരുടെ വേജ്, അവരുടെ ഇൻകം, അവരുടെ കൂലിയും അവരുടെ വരുമാനം അനുസരിച്ചായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേർ ഫാമേഴ്സ്. ഭൂരിഭാഗം ആളുകൾ ആരായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നു? കാസ്റ്റ് സിസ്റ്റം, ജാതിയുടെ ഇടയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽ. എല്ലാ കാസ്റ്റിനും അവരുടേതായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പഠിക്കുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷനാണ്. ഇനി എക്കണോമിക് പ്രോഗ്രസ്. ദ എക്കണോമിക് പ്രോഗ്രസ് വി ഹാഡ് അച്ചീവ് ഡ്യൂറിങ് ദ മുഗൾ റൂൾ. മുഗൾ റൂളിലാണ് എക്കണോമിക് പ്രോഗ്രസ് നമ്മൾ അച്ചീവ് ചെയ്തത്. അഗ്രികൾച്ചറൽ അച്ചീവ്മെന്റ്സ് വേർ ദ ബേസിസ് ഓഫ് ദർ എക്കണോമിക് പ്രോഗ്രസ്. എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകും, സാമ്പത്തിക പുരോഗതി ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ കൃഷിയിലുണ്ടാകുന്ന ഒരു അച്ചീവ്മെന്റ്സ് ആയിരുന്നു. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ആക്സലറേറ്റഡ് ട്രേഡ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കൃഷി വർദ്ധിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടി? കച്ചവടം കൂടി, നഗരവൽക്കരണം ആരംഭിച്ചു, കൂടി നഗരങ്ങളൊക്കെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സിൻ്റെ ഗേറ്റ് വേ ഏതായിരുന്നു? ഗുജറാത്ത് ആയിരുന്നു. അപ്പോൾ സാമ്പത്തികമായി ഒരുപാട് മുന്നേറി. നെക്സ്റ്റ് അഗ്രികൾച്ചർ പ്രോഗ്രസ്. കൃഷിയായിട്ട് എന്ത് മാറ്റങ്ങളാണ് വന്നത്? മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് ആർ ഫാമേഴ്സ്. നമ്മൾ പഠിച്ചു, ഭൂരിഭാഗം ആരായിരുന്നു? ഫാമേഴ്സ് ആയിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്സ് were the major agriculture products of that time. ആ കാലഘട്ടത്തിൽ അവർ എന്തൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു? റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ്. The use of technology and new tools enriched the agriculture sector during the Mughal period. അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയ ടൂൾസും ടെക്നോളജിയും അഗ്രികൾച്ചർ സെക്ടറിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായിച്ചു. ട്രേഡ് ആൻഡ് അർബനൈസേഷൻ, കച്ചവടവും അതിനെ തുടർന്നുണ്ടായ നഗരവൽക്കരണവും. ഗുജറാത്ത് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സിൻ്റെ ഗേറ്റ് വേ ഏതായിരുന്നു? ഗുജറാത്ത് എന്ന സ്ഥലമായിരുന്നു. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ആക്സലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അഗ്രികൾച്ചർ കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടി? ട്രേഡും അർബനൈസേഷനും കൂടി. ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വേർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് എന്തൊക്കെയായിരുന്നു? ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ, റൈസ് ഒക്കെ ആയിരുന്നു പ്രധാനമായും എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ എന്തുണ്ടായിരുന്നു? വാട്ടർ ട്രാൻസ്പോർട്ടും ഉണ്ടായിരുന്നു. ദ മേജർ സിറ്റീസ് ഓഫ് ദാറ്റ് പീരീഡ് വേർ ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ ആൻഡ് ആഗ്ര. പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയായിരുന്നു? ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ ആൻഡ് ആഗ്ര. മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി. ഫസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ. ഫ്യൂഡൽ വ്യവസ്ഥ നിലനിന്നിരുന്നു. സമൂഹത്തെ തട്ടുകളായി തരംതിരിച്ചിരുന്നു. സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ സാധാരണക്കാരും ഏറ്റവും മുകളിലാരുമായിരുന്നു? രാജാവുമാർ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു ഫ്ലോ ചാർട്ട് പോലെ ഒരു പിരമിഡ് കണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ രാജാവും ഏറ്റവും താഴെ ആരായിരുന്നു? സാധാരണക്കാരുമായിരുന്നു. അവരുടെ ജനജീവിതം എങ്ങനെയായിരുന്നു?
ഭൂരിഭാഗം ജനങ്ങളും കർഷകരായിരുന്നു. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ജീവിത സാഹചര്യം അവരുടെ വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചു. അവരെങ്ങനെ ജീവിക്കണം അവരുടെ കയ്യിലെ വരുമാനം അനുസരിച്ച് അവർ തീരുമാനിക്കും. സാമ്പത്തിക പുരോഗതി. കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു സാമ്പത്തിക പുരോഗതിയുടെ അടിസ്ഥാനം. കൃഷി ഒരുപാട് പുരോഗതി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കപ്പം എന്തുണ്ടാവാറുണ്ട്? സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാറുണ്ട്. വിദേശ ചരക്കുകളിലെ പ്രവേശന കവാടം ഗുജറാത്തായിരുന്നു. ഗേറ്റ് വേ ഏതായിരുന്നു? ഗുജറാത്ത് എന്ന സ്ഥലമായിരുന്നു. കാർഷിക രംഗത്തെ ഉൽപാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. കൃഷി കൂടിയപ്പോൾ എന്തുണ്ടായി? അത് ട്രേഡിനെ ബാധിച്ചു. അതുപോലെ തന്നെ അർബനൈസേഷനും ഉണ്ടായി. കാർഷിക പുരോഗതി. ജനങ്ങൾ ഭൂരിഭാഗവും ആരായിരുന്നു? കർഷകരായിരുന്നു. ഗോതമ്പ്, ബാർലി, പരുത്തി, അരി, ഗോതമ്പ്, എണ്ണക്കുരുക്കൾ, കരിമ്പ് എന്നിവ പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു. സാങ്കേതിക വിദ്യകളുടെയും പുതിയ ഉപകരണങ്ങളുടെ ഉപയോഗം കൃഷിയെ പുഷ്ടിപ്പെടുത്തുക. ഒരു പുതിയ പുതിയ ടെക്നോളജീസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കച്ചവടവും നഗരവൽക്കരണവും. വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം ഗുജറാത്തായിരുന്നു. കാർഷിക രംഗത്തെ ഉൽപ്പാദന വർധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. തുണിത്തരങ്ങൾ, മസ്ലിൻ തുണി, പഞ്ചസാര, അരി ഇതെല്ലാമായിരുന്നു പ്രധാനപ്പെട്ട കയറ്റുമതി ഇനങ്ങൾ. ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര എന്നിവ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇംഗ്ലീഷിൻ്റെ വേർഷനാണ് പറഞ്ഞപ്പോൾ മലയാളത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ സിറ്റീസ് ആർ ലൊക്കേറ്റഡ്. ഈ പറയുന്ന സിറ്റീസ് നമ്മൾ കുറച്ച് സിറ്റീസിൻ്റെ പേര് പഠിച്ചല്ലോ. ധാക്ക, മുർഷിദാബാദ്, ലാഹോർ, സൂററ്റ്, ആഗ്ര എന്നുള്ള ഇത് ഇപ്പോഴത്തെ കൺട്രീസ് ഏതാണ്? ധാക്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇപ്പോൾ ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റും ആഗ്രയും ഇന്ത്യയിലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ എന്തായാലും എക്സാമിന് ചോദിക്കും. അത് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. ധാക്ക ബംഗ്ലാദേശ്, മുർഷിദാബാദ് ഇന്ത്യ, ലാഹോർ പാകിസ്ഥാൻ, സൂററ്റ് ആൻഡ് ആഗ്ര ഇന്ത്യ. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് അവരെ കൾച്ചറൽ ഇൻ്റഗ്രേഷനെ പറ്റിയിട്ട്, മുഗൾ കാലഘട്ടത്തിലെ കൾച്ചറൽ ഇൻ്റഗ്രേഷനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ചെയ്യാം? അവരുടെ സാംസ്കാരിക സമന്വയം. ദ ട്രാൻസ്ലേഷൻ ഓഫ് മഹാഭാരത ഇൻ ടു പേർഷ്യൻ. മഹാഭാരത ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു? പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഒറിജിനേറ്റഡ്. അവർ ഏത് മ്യൂസിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? ഹിന്ദുസ്ഥാനി മ്യൂസിക് ആരംഭിച്ചു. ഉറുദു ലാംഗ്വേജ് വാസ് ഫോംഡ്. ഉറുദു ലാംഗ്വേജ് ആരംഭിച്ചു. ഇന്തോ പേർഷ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ. അവരുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു? ഇന്തോ പേർഷ്യൻ സ്റ്റൈലായിരുന്നു. മുഗൾ ഭരണകാലത്തെ സാംസ്കാരിക സമന്വയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? മഹാഭാരതത്തിൻ്റെ പേർഷ്യൻ ഭാഷയിലേക്കുള്ള വിവർത്തനം, ഉറുദു ഭാഷയുടെ രൂപീകരണം, ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചു, ഇന്തോ പേർഷ്യൻ വാസ്തുവിദ്യയുടെ ശൈലി നിർമ്മിതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇത് പഠിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയും അവരുടെ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ സാംസ്കാരിക സമന്വയവുമാണ് നമ്മളിന്ന് പഠിച്ചത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മുന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടുതൽ ലളിതമായ ക്ലാസ്സുകൾക്കായിട്ട് ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.